GLPS Payanadam School Radio. Hi dear friends, do you remember me? It's me, Krishna Kumar Mash. On this fantastic day, have a warm welcome to day 26. Come, let's talk. കം ലെറ്റ്സ് ടോക്കിൻ്റെ 26-ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരോടോ മറ്റുള്ളവരോടോ ഒക്കെ പല കാര്യങ്ങളും പറയാറുണ്ട്, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് പോലെയൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായോ എന്നെങ്ങനെയാണ് ചോദിക്കുക അല്ലേ? മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്കിത് പിടികിട്ടിയോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ? ഇംഗ്ലീഷ് നമ്മൾ എന്താ ചോദിക്കുക? സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കുന്നത് അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു വാക്കാണ് ചോദിക്കുന്നത് അല്ലേ? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. നിങ്ങൾക്ക് മനസ്സിലായോ, അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതൊരു സാധാരണ രീതിയാണ്. ഇനി നമുക്ക് രസകരമായ ചില ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഇതേ രീതിയിൽ ചോദിക്കാനുള്ളത് മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഓക്കെ, ഡു യു ഗെറ്റ് മീ, ഡു യു ഗെറ്റ് മീ, ഡിഡ് യു ഗെറ്റ് മീ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ബോധ്യപ്പെട്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം. ആർ യു ക്ലിയർ ഓൺ ദിസ്, ആർ യു ക്ലിയർ ഓൺ ദിസ്, ഈസ് ദിസ് അണ്ടർസ്റ്റുഡ്, ഈസ് ദിസ് അണ്ടർസ്റ്റുഡ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം ഇല്ലേ? ഇതാണ് നമ്മൾ ഫോർമലായിട്ട് ചോദിക്കുന്നത് അല്ലേ? ഔദ്യോഗികമായിട്ട് ഈ തരത്തിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും. ഇനി ഇൻഫോർമലായിട്ട് വെറുതെ നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെ? ഗെറ്റ് ഇറ്റ്, മേക്ക് സെൻസ്, യു വിത്ത് മീ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് എന്നോടൊപ്പം വരാൻ കഴിയുന്നുണ്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെയാണ് അല്ലേ? ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? കുറച്ചുകൂടി പൊളൈറ്റായിട്ട് എങ്ങനെയൊക്കെ ചോദിക്കാം? ഡു യു ഫോളോ മീ, ഈസ് ദിസ് ക്ലിയർ ടു യു, ആം ഐ ബീയിങ് അണ്ടർസ്റ്റുഡ്, ഈ തരത്തിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇതിനൊക്കെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നാണ്. ഓക്കെ, ഡിഡ് ഇറ്റ് ക്ലിക്ക്, ക്യാൻ യു ഫോളോ മീ എന്നൊക്കെ ചോദിച്ചാലും അതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാനിവിടെ പ്രസ്താവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നാണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ സംസാര ഭാഷയിൽ ധാരാളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നന്നായി പ്രാക്ടീസ് ചെയ്യണേ. എങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായി, വളരെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഡു യു ഗെറ്റ് മീ, ഡിഡ് യു ഗെറ്റ് മീ, ക്യാൻ യു ഫോളോ മീ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, I think you cleared everything. Okay, go ahead.